പഹൽഗാം ഭീകരാക്രമണത്തിൽ അനന്തനാഗിന്റെ നോവായി മാറുകയാണ് 30-കാരനായ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ. ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്ന 30-കാരൻ. ടൂറിസ്റ്റുകളെ കുതിരസവാരി നടത്തി ഒരു കുടുംബത്തെ പോറ്റിയിരുന്ന യുവാവ്. ഭീകരരിൽ നിന്ന് രക്ഷ നേടാൻ അവസരം ലഭിച്ചിട്ടും തന്നോടൊപ്പമുള്ള വിനോദസഞ്ചാരികളെ മോചിപ്പിക്കണമെന്ന നിർബന്ധത്തിൽ ജീവൻ പൊലിഞ്ഞ അനന്തനാഗിന്റെ വീരപുത്രൻ. സയ്യിദ് ആദിൽ ഹുസൈന്റെ ത്യാഗം ഒരിക്കലും മറക്കില്ല. ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ വാക്കുകളാണിത്. ഞങ്ങളുടെ ഹൃദയം അഭിമാനത്താൽ വിങ്ങുകയാണ്. വിനോദസഞ്ചാരികളെ രക്ഷിക്കാൻ സ്വന്തം ജീവനാണ് ആദിൽ ബലി നൽകിയത്. ഇതാണ് കാശ്മീരിയത്ത്. വിനോദസഞ്ചാരികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ജീവൻ പൊലിഞ്ഞ കാശ്മീരി. സ്വന്തം ജീവൻ രക്ഷിക്കാൻ അവസരമുണ്ടായിട്ടും അത് വേണ്ടെന്ന് വെച്ച പഹൽഗാമിന്റെ പുത്രൻ. ബൈസരൻ വാലിയിൽ നിന്ന് 35 കിലോമീറ്റർ അകലെ ഹപ്പത്നർ ഗ്രാമമാണ് ആദിലിന്റേത്. മാതാപിതാക്കളും ഭാര്യയും 5 സഹോദരങ്ങളും അടങ്ങുന്നതാണ് ആദിലിന്റെ കുടുംബം. സയ്യിദ് ആദിൽ ഹുസൈനിന് അത് എന്നത്തെയും പോലെ ഒരു സാധാരണ ദിവസമായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 8-നാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. ശാന്തമായ ടൂറിസ്റ്റ് കേന്ദ്രമായ പഹൽഗാമിലെ സ്ഥിതിഗതികൾ വളരെ പെട്ടെന്നാണ് മാറിമറിഞ്ഞത്. വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ വെടിയുതിർത്തപ്പോൾ ആദിൽ ഭീകരവാദികളെ തടയാൻ ശ്രമിച്ചു. ഭീകരിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങുന്നതിനിടെയാണ് ആദിൽ ഹുസൈൻ ഷായ്ക്ക് നേരെ ഭീകരവാദികൾ വെടിയുതിർത്തത്. 3 തവണ ആദിലിന് നേരെ വെടിയുതിർത്തുവെന്നാണ് ആദിലിന്റെ സഹോദരൻ സയ്യിദ് നൌഷാദ് പറയുന്നത്. സ്ഥലത്തുണ്ടായ വിനോദസഞ്ചാരികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നൌഷാദിന്റെ പ്രതികരണം. സഹോദരന്റെ വിയോഗത്തിൽ ദുഃഖമുണ്ടെങ്കിലും തങ്ങൾക്ക് അവനിൽ അഭിമാനമുണ്ടെന്ന് സഹോദരൻ സയ്യിദ് നൌഷാദ് പറഞ്ഞു. ഈ ഗ്രാമത്തിൽ നിന്ന് നിരവധി പേരാണ് പഹൽഗാമിലേക്ക് ജോലിക്കായി പോകുന്നതെന്നും ഈ ഒരു ദുരന്തം സംഭവിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നും പിതാവ് സെയ്ദ് ഹൈദർ ഷാ പറഞ്ഞു. ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഉൾപ്പെടെയുള്ളവർ ആദിലിന്റെ ഖബറടക്കത്തിൽ പങ്കെടുത്തു. ആദിലിന്റെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്നും വാഗ്ദാനം ചെയ്തു. ഭീകരാക്രമണത്തിന് പിന്നാലെ പൊള്ളുന്ന വിങ്ങലാകുകയാണ് സയ്യിദ് ആദിൽ ഹുസൈൻ ഷായും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.